ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലാസ് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു OHP ഷീറ്റാണ് നമുക്ക് ആദ്യം ആവശ്യം. പിന്നീട് ഗ്ലാസ് കളേഴ്സ് 6 ഷെയ്ഡ്സിൻ്റെ ഗ്ലാസ് കളേഴ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ് ഔട്ട്ലൈനർ ലഭിക്കുന്നതാണ്. 10 ഷെയ്ഡ്സിൻ്റെ ഗ്ലാസ് കളേഴ്സ് ഉണ്ട്. നമുക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട് 6 ഷെയ്ഡ്സിൻ്റെ ഗ്ലാസ് കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള OHP ഷീറ്റിലേക്ക് ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ഞാനൊരു ഫ്ലവറിൻ്റെ പിക്ചർ വരച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ഫ്ലവറിൻ്റെ പിക്ചർ വരച്ചെടുക്കണമെന്നുമില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രേസ് എടുത്തും വരയ്ക്കാവുന്നതാണ്. ഫ്ലവറിന് കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 ഇലകൾ കൂടി വരച്ച് ചേർക്കുകയാണ്. ഔട്ട്ലൈൻ ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഏകദേശം 20 മുതൽ 30 മിനിറ്റോളം ഈ ഔട്ട്ലൈനർ ഉണങ്ങാൻ വേണ്ടി എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ 2 ഷെയ്ഡ് തമ്മിൽ, അതായത് ഔട്ട്ലൈനറും നമ്മുടെ ഗ്ലാസ് കളേഴ്സും തമ്മിൽ മിക്സ് ആവുന്നതാണ്. 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഔട്ട്ലൈനറിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള പോലെ തന്നെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഔട്ട്ലൈനിൻ്റെ പുറത്ത് പോകാതെ ആ കളറ് ഔട്ട്ലൈനിന് ഉള്ളിലൂടെ തന്നെ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഫ്ലവേഴ്സിനും ഇലകൾക്കും നമുക്ക് കളർ കൊടുത്തതിന് ശേഷം ബാക്കി പറയാം. എൻ്റെ ഈ ഫ്ലവറിൻ്റെ പിക്ചർ ഏകദേശം വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക.